ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ല പോകാട്ടോ തീ കത്തണം. ഗുഡ് മോർണിംഗ്. ഒരു കഷ്ണം കുമ്പളങ്ങയുണ്ട്, ഒരു കുഞ്ഞു കഷ്ണം മത്തനുണ്ട്. എന്താ കഷ്ണം? ഇത് രണ്ടും കൂടി സാമ്പാർ പോലത്തെ ഒരു കറി. സാമ്പാറല്ല, സാമ്പാർ പോലത്തെ. സാമ്പാർ പോലത്തെ. സാമ്പാർ പേരെന്താ? പേര് സാമ്പാർ പോലത്തെ ഒരു കറി, മത്തനും കുമ്പളങ്ങയും വെച്ചിട്ട്. വെറൈറ്റി സാമ്പാർ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്ക് കറണ്ട് പേരറിയാണ്ട് മുഖം വീങ്ങിയിരിക്കും. കറണ്ട് പേരാണ് രസവാങ്കി. ചെറിയ കഷ്ണം മത്തനുള്ളൂ കേട്ടോ. ഇത് മിനിങ്ങാന്ന് വാങ്ങിയതാണ്. അന്ന് കറി വയ്ക്കാൻ വാങ്ങിച്ചതിൻ്റെ ബാക്കിയാണ്. സിമ്പിൾ ടേസ്റ്റി ആയ ഒരു കറിയാണ്. കുമ്പളങ്ങ നിറയെ. കുമ്പളങ്ങ കൂടുതലുള്ളൂ. വേറെ കഷ്ണം ഇടാൻ പറ്റുമോ? ആ കഷ്ണമൊക്കെ ഇടാം, മുരിങ്ങക്കായൊക്കെ ഇടാം. ക്യാരറ്റോ? 100 കൂട്ടം സംശയമാണ് ഉണ്ണിക്ക്. സംശയം ചോദിക്കുന്നവരെ വലിയവരാവുള്ളൂ, അതറിയോ? അത് ശരിയാണ്. തേങ്ങ കേട്ടോ, തേങ്ങ അതിൽ നോക്കി ചിരങ്ങ്. നല്ല മൂർച്ചയുണ്ട് ചിരവാ. അത്ര മൂർച്ചയൊന്നുമില്ല. അമ്മയ്ക്ക് ചിരകാൻ കിട്ടില്ല. എനിക്ക് ചിരകണത് ഇഷ്ടമല്ല. അതിൽ നോക്കിയിട്ട് പൂണ്ട് വന്നു. ഞാനാണെങ്കിൽ സുഖമായിട്ട് ചിരകണേ. ഉണ്ണി ചിരകൊന്നും തേങ്ങ 1 മണിക്കൂർ 2 മണിക്കൂർ വേണം ഒരു മുറി തേങ്ങ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ചിരക. പക്ഷെ നിങ്ങളെ പോലെ കൈമുറിക്കില്ലല്ലോ. പോയാണ് കൈ കാട്ടണം. ഒന്നും കാട്ടണല്ല. അപ്പം ഞാൻ ഒന്ന് ചിരക് കണ്ടു. ചിരകി നോക്കിയതാ. അറിയാതെ പോലെ നമുക്ക് കുറച്ച് വറുത്തെടുക്കാണ്ട് സാധനങ്ങൾ. ഒരു ചെറിയ കഷ്ണം കായ കേട്ടോ. കായ ഓടിക്കളിക്കണോ? കായ മൊരിയട്ടെ. 1 ടീസ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ മുഴുവൻ മല്ലിയും. ഒരു 1/2 ടീസ്പൂണ് ഉലുവ. കുറച്ച് വെക്കട്ടെ. 5 വറ്റൽമുളക്. ഇനി വറുത്തെടുക്കട്ടെ. എല്ലാം ഒന്ന് മൂത്ത് വന്നു. എനിക്ക് 1 കുടി തേങ്ങ കേട്ടോ. കുറച്ച് മതി. നല്ല പൂട്ട് പോലത്തെ തേങ്ങ. ഒന്ന് ചൂടായാൽ മതി തേങ്ങ. നന്നായി വറക്കണ്ട. ചൂടാവട്ടെ. 1 തണ്ട് കറിവേപ്പില. ആ എണ്ണ ഒഴിക്കാണ്ട് വറുത്ത് ഉണ്ടാകാം. ആയാ ആവട്ടെ. ഇത്രയും മതി കേട്ടോ. തേങ്ങ നന്നായി മൊരിയൊന്നും വേണ്ട. ഇനി തണുത്തിട്ട് അരച്ചിട്ട് വരാം കേട്ടോ. കായൊക്കെ നല്ല മൊരിഞ്ഞു കേട്ടോ. നമുക്ക് കുറച്ച് പരിപ്പ് വേവിക്കാൻ വെക്കാം. ഒരു 1/2 ഗ്ലാസ് പരിപ്പുണ്ട് കേട്ടോ. തോരപ്പരിപ്പ്. പിന്നെ നുള്ളു മഞ്ഞൾപ്പൊടി. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 2 വിസിൽ വരട്ടെ. പരിപ്പ് കൊണ്ട് നോക്കാം. പരിപ്പ് കൊണ്ടു കേട്ടോ. ഇവിടെ ഇരിക്കട്ടെ. 1 കഷ്ണം മത്തനും കുറച്ച് കുമ്പളങ്ങയും. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഉപ്പ്.
ഒരു നുള്ളും കൂടി മഞ്ഞപ്പൊടി ഇട്ടാ പരിപ്പിലിട്ടിട്ടുണ്ട്. എങ്കിലും ഒന്ന് വേഗട്ടെ. കഷ്ണം എന്താ നോക്കാം. കഷ്ണം വെന്തൂട്ടോ. വേവിച്ച് വെച്ച പരിപ്പ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വാളംപുളി, ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ ഇട്ടു. ഇവിടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായി അരച്ചിട്ടുണ്ട്. നന്നായി അരക്കും. ചാറ് കഴിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. തിളക്കട്ടെ, നന്നായി തിളക്കട്ടെ. കറി തിളച്ചിട്ടാ അതിൽ വേണമെങ്കിൽ ഒരു ശർക്കര ഒരു പൊട്ടിടാം. ഞാൻ ഇടുന്നില്ല. താളിച്ചെടുക്കട്ടെ. കുറുകി കടലപ്പരിപ്പിട്ടുണ്ടോ. ചൂടാവട്ടെ. ചീഞ്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കും. ശക്കലം നന്നായി ചൂടാവട്ടെ. ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. 2 വറ്റൽ മുളക്, കറിവേപ്പില ഇത്രയേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞു. നമ്മുടെ കറി റെഡി ആയിട്ടല്ലേ. നന്നായി കുറുകിപ്പോൾ. കുറച്ചും കൂടി ആറിയ കുറുകി. കിടക്കാച്ച കറി. സൂപ്പർ കറി. കുറച്ച് ഉണക്കമീൻ ഉണ്ട് ഇട്ട് അത് വറക്കണേ. വേഗട്ടെ. ഇന്നലത്തെ കുറച്ച് കേബേജ് ഉണ്ട് കേട്ടോ. അത് ഉപ്പേരി വെച്ചിട്ടുണ്ട്. ഇന്നലെയും പകുതി വെച്ച് ഇന്നും പകുതി വെച്ച് കഴിഞ്ഞു. എല്ലാ പച്ചക്കറിയും കഴിഞ്ഞു. ഒരാഴ്ചയായി വാങ്ങി. വേഗട്ടെ. കഴിഞ്ഞിട്ടില്ല. തക്കാളി ഉള്ളിയൊക്കെ ഉണ്ട്. അത് ഇവിടെ നിന്ന് വാങ്ങിയതാ. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാട്ടെ. റെഡി റെഡി. ഓഫാക്കട്ടെ. ഉണ്ണിക്ക് ചോറാക്കാൻ കേട്ടോ. ഇന്ന് ഉണക്കമീനാണ് സ്കൂളിക്ക്. അവൾക്ക് തന്നെ ഉള്ളൂ. നമ്മുടെ കറി. ഈ കറി ഒന്ന് വെച്ച് നോക്കണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട്. സാമ്പാർ പോലത്തെ ഒരു കറി. സാമ്പാറാണ് ചോദിച്ചാൽ സാമ്പാറല്ല. കടലപ്പരിപ്പിട്ട് കുറുകി. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. വേഗം സമയമായി. വേഗം അയച്ചു വിട്ടെ.